Hi friends, welcome back to my YouTube channel Real Ride Eat. So thumbnail കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചായിരിക്കുമെന്ന്. ഞാനിപ്പോൾ 37 വീക്സ് പ്രഗ്നൻ്റ് ആണ്. അത് കൂടാതെ തന്നെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി കൂടിയാണിത്. അപ്പോൾ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുന്നവർ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വയ്ക്കണം. സോ 34 വീക്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എപ്പോൾ വേണോ നമുക്ക് ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് അതിലേക്ക് ഹോസ്പിറ്റൽ ബാഗിലേക്ക് എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്, അമ്മയ്ക്കും കുഞ്ഞിനും എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗിൽ അമ്മയ്ക്ക് എന്തൊക്കെ എടുത്ത് വയ്ക്കണം അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ബെഡ്ഷീറ്റാണ്. ഒരെണ്ണം നോർമലും ഒന്ന് വന്നിട്ട് ചെറിയ ഊളൻ ടൈപ്പ്, അതാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് വൈറ്റ് മുണ്ട്, 2 വൈറ്റ് മുണ്ട് എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമാണോ എന്നതിനെ പറ്റി എനിക്കറിയില്ല. ചില ഹോസ്പിറ്റലിൽ ഇത് അത്യാവശ്യമാണ്, എന്നാൽ ചില ഹോസ്പിറ്റലിൽ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഇത് ചോദിക്കാറില്ല, എന്നാലും എടുത്തു വയ്ക്കുന്നുണ്ട് 2 എണ്ണം. പിന്നെ വന്നിട്ട് നൈറ്റിയാണ്, 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 4 ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ്. ഇതാകുമ്പോൾ ബേബിയെ ഫീഡ് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ എടുക്കുമ്പോൾ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി അല്ലെങ്കിൽ ഫീഡിങ് നൈറ്റി എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നെക്സ്റ്റ് 2 കുർത്ത, അത് 2 ഫീഡിങ് കുർത്തയാണ്. നമ്മളിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി ആണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. 2 എണ്ണം, 2 ഫീഡിങ് ടൈപ്പാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് ആവശ്യമായ അണ്ടർ ഗാർമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. അണ്ടർ ഗാർമെൻറ്റ്സ് എടുക്കുമ്പോൾ ഫീഡിങ് ബ്രാ എടുക്കാൻ മറന്നു പോവല്ല്. 2 എണ്ണമെങ്കിലും എടുക്കണം ഫീഡിങ് ബ്രാ. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട് ഫീഡിങ് ബ്രാ. പിന്നെ വന്നിട്ട് തോർത്തും ഹാൻഡ് ടവലും ഫേസ് ടവലൊക്കെയാണ്. ഞാൻ 2 തോർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടവല്, പിന്നെ 2 ഫേസ് ടവൽ, നമുക്ക് കൈയും മുഖമൊക്കെ കഴുകുമ്പോൾ തുടയ്ക്കാനായിട്ട് 2 എണ്ണം. അടുത്തതായിട്ട് നമുക്ക് പാഡാണ്, അതെടുത്ത് വയ്ക്കുക. പിന്നെ ഞാൻ ചെറിയൊരു പാക്കറ്റ് വെറ്റ് വൈപ്സ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ടി. ഇത്രയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ആരും വിട്ടുപോകല എടുത്ത് വയ്ക്കാൻ. ഇനി ബേബിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തന്നെ നാപ്പി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വൈറ്റ് മുണ്ടിനെ കഴുകി ഡെക്ടോളൊക്കെ ഇട്ട് മുക്കി ഉണക്കി അതിനെ കുറച്ച് ചെറിയ പീസാക്കി ഒരു 25 പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞിനെ നാപ്പി ആയിട്ട് യൂസ് ചെയ്യാൻ. പിന്നെ ഡ്രൈ ഷീറ്റ് മാറ്റ്, യൂറിനൊക്കെ ഒഴിക്കുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ബെഡിലാവാതെ നോക്കാനായിട്ട് 2 എണ്ണം. 1 സൈഡ് നല്ല കോംഫിയാണ്, ബേബിക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. മറ്റേ സൈഡ് വന്നിട്ട് ചെറിയ റബ്ബറും കോട്ടൺ മിക്സും ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. അപ്പോൾ ഇത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടവല്, ഇത് ബേബിയെ നമുക്ക് റാപ്പ് ചെയ്യാൻ വേണ്ടി ഇത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ റോംബേഴ്സ് എടുത്തിട്ടുണ്ട് 2 എണ്ണം. ഇത് ബേബിക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണിത്. ഇത് എടുക്കാൻ ആരും വിട്ടുപോകല്. ഞാൻ ഇത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുടുപ്പ്, ഫ്രണ്ടിൽ ഇങ്ങനെ ടൈ വരുന്ന കെട്ടാൻ പറ്റുന്ന കുഞ്ഞുടുപ്പ് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സോൾഡ് ചെയ്യാൻ വേണ്ടി 2 എണ്ണം. ഇത് 2 എണ്ണം ചെറുതാണ്. അത് കൂടാതെ തന്നെ കുറച്ചും കൂടെ വലിയ സൈസിലുള്ള 1 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1 പെയർ ഓഫ് ബൂട്ടീസും മിറ്റൻസും, പിന്നെ ഒരു ചെറിയ വൈറ്റ് പ്രിന്റ് വരുന്ന ഒരു ഇങ്ങനെ തോളിൽ കെട്ടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്ലോത്തും എടുത്തിട്ടുണ്ട്. പിന്നെ ബേബി വൈപ്സ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡയപ്പർ, ഇതിന് ഏറ്റവും ചെറിയ പാക്കറ്റാണ്
വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് 7-8 പാഡ്സ് ആണ് വരുന്നത്. ഇതേ ഇപ്പം എടുത്തിട്ടുള്ളൂ. പിന്നെ എല്ലാവർക്കും ബൈസ്റ്റാൻഡേഴ്സിനും എല്ലാവർക്കും കൂടെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മളെ ഹാൻഡ് വാഷ്, പിന്നെ ബോഡി വാഷ്, സാനിറ്റൈസർ, പിന്നെ ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ബാർ സോപ്പ്, പിന്നെ ഡെറ്റോൾ. ഇത്രയും ആവശ്യമാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഒട്ടും വിട്ടുപോവാതെ എടുക്കേണ്ട കാര്യമാണ് നമ്മളുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്. അത് ഒരിക്കലും വിട്ടു പോകരുത്. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എടുക്കണം. പിന്നെ നമ്മളെ വാലറ്റ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി പാരൻസിൻ്റെ ID പ്രൂഫ് ചിലപ്പോൾ ആവശ്യം വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കൂടെ എടുത്ത് വയ്ക്കാൻ ആരും മറക്കരുത്. ഇതൊക്കെയാണ് അത്യാവശ്യം. പിന്നെ ന്യൂസ് പേപ്പർ നമ്മൾ എടുത്ത് വച്ചിരിക്കണം. അത് കൂടാതെ തന്നെ എന്തുണ്ട്, ഇത്രയൊക്കെയാണ് അത്യാവശ്യം. ഫോൺ ചാർജർ എടുക്കാൻ മറക്കല്ല്. ഓക്കെ, ഇതൊക്കെയാണ് അത്യാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ അമ്മയ്ക്കും ബേബിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാം വേണ്ടത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.